ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കേരള കിച്ചൺ എക്സ്പ്രസ്. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്ന് നമ്മളൊരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ് നോക്കാൻ പോണേ. അതിന് ആവശ്യത്തിന് കുഞ്ഞുള്ളി, തക്കാളി, പച്ചമുളക്, അതുപോലെ മുരിങ്ങയ്ക്ക. നിങ്ങൾക്ക് ഏതൊക്കെ പച്ചക്കറി ആവശ്യമുണ്ടോ ഏത് പച്ചക്കറി വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഞാൻ ഇതിൽ എനിക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ പച്ചക്കറിയും ഞാൻ എടുത്തിട്ടുണ്ട്. വെള്ളരിക്ക, വഴുതനങ്ങ, അങ്ങനെ എല്ലാ പച്ചക്കറിയും ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ചെറിയ പീസ് കായവും 4-5 അല്ലി വെളുത്തുള്ളി, ഇതും കൂടെ നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ നമ്മൾ വെണ്ടയ്ക്ക എടുക്കുമ്പോൾ വെണ്ടയ്ക്ക കഴുകി വൃത്തിയാക്കിയിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ. കട്ട് ചെയ്തിട്ട് നമ്മളത് വെള്ളത്തിൽ ഇടാൻ പാടില്ല. അതിന് ഞാനൊരു തനി ബൗളിൽ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള പുളിയും ഒരു അരമണിക്കൂറിന് മുന്നേ ഇതുപോലെ വെള്ളത്തിൽ കുതിർക്കാൻ ഇടാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പിഴിഞ്ഞു കൊടുക്കാം. ഇപ്പോൾ നമുക്ക് സാമ്പാർ ഉണ്ടാക്കാം. അതിന് വേണ്ടി ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പച്ച തേങ്ങ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ചെറിയ ഉള്ളി, പിന്നെ വെണ്ടക്കായ എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ നമ്മൾ എടുത്തു വെച്ച ഒരു 5 അല്ലി വെളുത്തുള്ളി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെളുത്തുള്ളിയും ആ ചെറിയ കഷ്ണം കായവും. ഇപ്പോൾ കായപ്പൊടിയാണെങ്കിൽ നിങ്ങൾക്ക് ലേറ്റായിട്ട് പിന്നെ ചേർത്താൽ മതി. ഇതിപ്പോൾ ഞാൻ കായത്തിൻ്റെ കട്ടിക്കായമാണ് ഞാൻ ചേർക്കുന്നത്, അതുകൊണ്ട് ഞാൻ കായം നേരത്തെ ചേർക്കുക. പിന്നെ ഞാൻ എടുത്തു വെച്ചിട്ടുള്ള മുരിങ്ങയ്ക്കായി ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. പിന്നെ നമുക്ക് ആവശ്യമുള്ള എല്ലാ പച്ചക്കറിയും നമുക്കിതിൽ ആഡ് ചെയ്യാം. പച്ചമുളക്, തക്കാളി എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇത് നമ്മുടെ ആ എണ്ണയിൽ ഒന്ന് വഴണ്ട് വരണം. ഇതിന് നമുക്കൊരു അടപ്പ് വെച്ച് അടച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒരു 5-8 മിനിറ്റ് ആകുമ്പോൾ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിരിക്കും. ഇതിനകത്ത് നമുക്ക് ആവശ്യമുള്ള മസാലകളൊക്കെ ചേർക്കാം. ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് സാമ്പാർ പൊടിയും ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഒരു 2 ടേബിൾ സ്പൂൺ അതും ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ നമുക്ക് പരിപ്പ് വേണം. അതിനു വേണ്ടി പരിപ്പ് നന്നായിട്ട് വേവിച്ച് ഒരു 3 വിസിൽ ഞാനിട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ ഇതുപോലെ വെന്തതിന് ശേഷം നമുക്ക് അതിനൊന്ന് ഉടച്ചു കൊടുത്തിട്ട് നമുക്ക് ഈ കഷ്ണങ്ങളുടെ പുറത്ത് നമുക്ക് ആ പരിപ്പും കൂടെ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് എത്ര വെള്ളം വേണോ അതിനനുസരിച്ച് വെള്ളം ഒഴിക്കുക. ചാറിന് ഇതാ ഞാൻ പുളിവെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ സാമ്പാറിൻ്റെ കട്ടിക്ക് അനുസരിച്ച്, എന്നാലും ഒരു പിടി മുന്നിൽ കുറച്ച് വെള്ളം ചേർക്കുക. ഞാനിപ്പോൾ മൺചട്ടിയിലെല്ലാം വെച്ചിട്ടുള്ളതുകൊണ്ട് പെട്ടെന്ന് അതൊന്ന് കുറുകി കിട്ടും. നമ്മൾ അടുപ്പ് ഓഫ് ചെയ്തതിന് ശേഷം പെട്ടെന്നൊന്ന് കുറുകി പോകും. അതുകൊണ്ട് ഇത്തിരി ഒന്ന് ലൂസായിട്ട് തന്നെ വയ്ക്കുക. ആറുമ്പോൾ നന്നായിട്ടൊന്ന് ഇറുകി കിട്ടും. ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് മല്ലിയില, നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇനി നമുക്ക് ഇതൊന്ന് കടു പൊട്ടിച്ചെടുക്കാം. ഈ സാമ്പാർ ഇവിടെ തിളക്കട്ടെ. നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്തു. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം നമ്മൾ അതിലേക്ക് കടുക്, ജീരകം, ഉലുവ,
എല്ലാം ഇട്ട് കൊടുക്കാം. ഉലുവ ഒന്ന് വാടിക്കിട്ടിയതിന് ശേഷം മാത്രം കടുകും ജീരകവും ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഉണക്ക വറ്റൽമുളക്, അതുപോലെ കുഞ്ഞുള്ളി 2 എണ്ണം, പിന്നെ ആവശ്യത്തിനുള്ള കരിവേപ്പിലയും. ഇപ്പം നിങ്ങളുടെ കയ്യിൽ കായപ്പൊടിയാണ് ഉള്ളതെങ്കിൽ ഇപ്പോൾ നമ്മൾ ആ കായപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. ഞങ്ങളുടെ അടുത്ത് കട്ടിക്കായാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഇട്ട് കൊടുത്തത്. അത് മെൽറ്റ് ആവാൻ സമയമെടുക്കും, അതുകൊണ്ട്. പിന്നെ നമ്മൾ തിളപ്പിച്ച് വെച്ചിട്ടുള്ള സാമ്പാറിൻ്റെ കൂട്ട് ഇതിനകത്തൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സാമ്പാർ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. ഉറപ്പായിട്ട് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്യുക. ദോശയ്ക്കും ഇഡ്ഡലിക്കും ചോറിനും എല്ലാത്തിനും ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് സെക്ഷനിൽ പറയാൻ മറക്കരുത്. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.